ഹേ ഗായ്സ്, ശനിയാഴ്ച രാത്രി ടർഫ് ബുക്ക് ചെയ്ത് ഫുട്ബോൾ കളി കഴിഞ്ഞ് റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയിരിക്കുമ്പോഴാണ് ഫ്രണ്ട് വിളിച്ചിട്ട് ഫുഡ് അടിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, നേരെ മന്തി കഴിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ പിന്നെ മന്തി കഴിക്കാൻ നല്ലൊരു ഓപ്ഷൻ സ്പൈസി കഫേ ആണല്ലോ, നേരെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നപാടെ നേരെ ഒരു കാവ ചായ കുടിച്ച് അങ്ങ് തുടങ്ങി. സാധനം ഓർഡർ ചെയ്തു, ഒരു ചിക്കൻ മന്തി ഓർഡർ ചെയ്തു. ചിക്കൻ മന്തി നമ്മൾ 12 പേരുണ്ടായിരുന്നു. അങ്ങനെയാണ് റമീസിൻ്റെ ഒരു മാസ്മരിക സജഷൻ വന്നത്. അവിടെ നമ്മളൊരു ഫുൾ മന്തി എടുക്കുന്നതിനേക്കാൾ ബെറ്റർ ക്വാർട്ടർ മന്തി എടുക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ, നമ്മൾ ക്വാർട്ടർ മന്തി ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് എല്ലാവരും ഓരോ ക്വാർട്ടർ മന്തി ഓർഡർ ചെയ്തു. 1 ദിറംസിൻ്റെ ഡിഫറൻസാണ് ഓരോ ക്വാർട്ടറിൻ്റെ മേലും വരുന്നുള്ളൂ. അപ്പോൾ അവൻ പറഞ്ഞു അതൊക്കെ നമുക്കത് ആണെന്നൂടിയും കൂടുതൽ വർത്താവുക എന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞപ്പോൾ ഓക്കെ. അവിടെ നിന്നൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് നേരെ സൂപ്പ് കിട്ടി. നമ്മളത് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്തിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം വന്നത്. മന്തി നേരെ വന്നു, എല്ലാവർക്കും പ്ലേറ്റ് വഴി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ കൂടെ നമ്മളെ സ്പെഷ്യൽ സാധനം, നമ്മുടെ മയോണൈസ്, തക്കാളി ചട്നി സാധനങ്ങളൊക്കെ വന്ന് അപ്പോൾ നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോന്ന് കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിൽ ചിക്കൻ്റെ മേലെ കുറച്ച് മയോണൈസ് ഒഴിച്ച് പിന്നെ ഇതിട്ട് ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ റൈസ് ആണെങ്കിലും അതിന് സെറ്റായിട്ടുള്ള മന്തിയിലെ ഒരു ടച്ച് കിട്ടുന്ന കറക്റ്റ് റൈസ് കിട്ടുന്നുണ്ട്. പിന്നെ അതിൽ ലക്കിലി നമുക്ക് അതിൻ്റെ ആ ഒരു നാരങ്ങ കിട്ടി, ഉണക്ക നാരങ്ങ നമുക്ക് കിട്ടി. അപ്പോൾ അത് നേരെ വെച്ച് അതും മിക്സ് ചെയ്തിട്ട് ചോറും മിക്സ് ചെയ്ത് അതിലൂടെ ഒരു പീസ് ഇട്ട് അങ്ങനെ ഇട്ട് ഒരു പിടി അങ്ങ് പിടിക്കുമ്പോൾ ആ നാരങ്ങയുടെ ഒരു പുളിയും എല്ലാം കൂടി ചേർന്ന് ഒരു പെടാ ടേസ്റ്റ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സാധനം നല്ല വർത്താണ്. സംതിങ് 16 ദിറംസോ സംതിങ് ആണുള്ളത് ഒരു പീസിൻ്റെ വില. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോറ് ആദ്യം കഴിഞ്ഞു. നേരെ നമ്മൾ വീണ്ടും അഡീഷണൽ കുറച്ച് ചോറുകൂടി വാങ്ങിയിട്ട് നമ്മളൊരു പിന്നെ ലാസ്റ്റ് എത്തിയപ്പോൾ അത് കൂടുതലായി, ചോറിട്ടത് കൂടുതലായി. അങ്ങനെ കുറച്ച് ബാക്കിയായില്ല, നമ്മളത് ഫിനിഷ് ചെയ്തു, എണീറ്റു. അങ്ങനെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, അങ്ങനെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഇത് വന്നു, ഗുലാബ് ജാം എത്തി. ഗുലാബ് ജാം ഇങ്ങനെ ഒരു റൈസിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരു ജഗ് പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്തു. അപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്തപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് വന്നത് ഒരു ജഗ്ഗിലായിട്ടാണ്. ആ ഒരു ഡിഫറൻസ് ഒരു ഇതായിട്ട് തോന്നി, നമുക്കൊരു വ്യത്യസ്തമായിട്ടൊരു ഇതായി. ഒരു ജഗ്ഗിൽ കൊണ്ടുവന്ന് നമുക്ക് ക്ലാസ്സിൽ നമുക്ക് ഇഷ്ടംപോലെ സപ്ലൈ ചെയ്യുന്ന ഒരു സെറ്റപ്പായി. അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സ്പെഷ്യൽ ക്ലാസ് ആയിട്ടാണ് വരിക. അതൊരു ചെറിയ വ്യത്യസ്തത ഈ ഫുഡിൽ കാണിക്കുമ്പോഴാണ് നമ്മളത് കൂടുതൽ അറ്റൻഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞ് നമ്മൾ എണീറ്റ് കൈയൊക്കെ കഴുകി വീണ്ടും അവിടെ കുറേ നേരം ഇരുന്ന് കുറേ സംസാരിച്ച് പിന്നെ നമ്മൾ 4 മണി വരെയാണ് വരെ കഫേ ഉള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ നമ്മളങ്ങനെ അവിടെ നിന്ന് നേരെ കുറേ നേരം സംസാരിച്ച് നേരെ പിന്നെ തിരിച്ച് വീണ്ടും റൂമിലോട്ട് പോയി.